സൗമ്യ കേസിൽ പ്രോസിക്യൂഷന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വിചാരണക്കാലത്ത് പ്രോസിക്യൂഷൻ വരുത്തിയത് ഗുരുതരമായ വീഴ്ചയെന്ന് സുപ്രീം കോടതി. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദാക്കിയത്. കുറ്റം ചെയ്തുവെന്ന് 101% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാനാകൂ എന്നും സുപ്രീം കോടതി. സൗമ്യ കേസിലെ വിധിന്യായത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസ് വീണ്ടും ഈ മാസം 17-ന് പരിഗണിക്കും. ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ വിധിന്യായത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി ആരംഭിച്ചു. കീഴ്ക്കോടതിയിലെ വിചാരണയ്ക്കിടയിൽ പ്രോസിക്യൂഷൻ അംഗീകരിച്ച സാക്ഷിമൊഴി സംശയമുണ്ടാക്കുന്നതായി സുപ്രീം കോടതി പറഞ്ഞു. വധശിക്ഷ വിധിക്കണമെങ്കിൽ 101% ഉറപ്പ് തെളിവിന്റെ കാര്യത്തിൽ വേണം. സൗമ്യ ചാടി രക്ഷപ്പെട്ടെന്നാണ് മൊഴി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സൗമ്യ സ്വയം ചാടിയതല്ലെന്നും തള്ളിയിട്ടതാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. മുഖമിടിച്ചാണ് സൗമ്യ വീണത്. രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെങ്കിൽ മുഖമിടിച്ച് വീഴില്ലായിരുന്നുവെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ KTS തുളസി പറഞ്ഞു. ചാടിയതാണെങ്കിലും സ്വയം ചാടിയതാണെങ്കിലും ഗോവിന്ദചാമിയാണ് കാരണക്കാരൻ. വെറുമൊരു സംശയത്തിന്റെ പേരിൽ വധശിക്ഷയിൽ നിന്നും ഗോവിന്ദചാമി രക്ഷപ്പെടരുത്. ട്രെയിനിനുള്ളിൽ പലതവണ സൗമ്യയുടെ തല ഗോവിന്ദചാമി കമ്പാർട്ട്മെന്റിൽ ഇടിച്ചു. ഇതിനും തെളിവുണ്ട്. എന്നാൽ ഡോക്ടർമാരുടേത് അഭിപ്രായ പ്രകടനം മാത്രമാണെന്നും സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളുമാണ് നിയമത്തിൽ പ്രധാനമെന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. അതേസമയം വിധിന്യായത്തിൽ തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും ബെഞ്ച് അറിയിച്ചു. തുടർവാദത്തിനായി പൂജാവധിക്ക് ശേഷം 17-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയിലേക്ക് കേസ് മാറ്റി. കീഴ്ക്കോടതിയിലെ വിചാരണയ്ക്കിടെ രേഖപ്പെടുത്തിയ ഒരു സാക്ഷിമൊഴിയുടെ പേരിലാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷയിൽ ഇപ്പോൾ സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന സുപ്രീം കോടതിയുടെ വാക്കുകൾ സൗമ്യ കേസിൽ ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നു. സുപ്രീം കോടതിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അമിത ഫീസ് ഈടാക്കിയ വിഷയത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ എന്ന് സുപ്രീം കോടതി. കരുണ, കണ്ണൂർ, KMCT മെഡിക്കൽ കോളേജുകൾ അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നത് ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകിയ കേസിലാണ് സുപ്രീം കോടതി നിലപാട് കൈക്കൊണ്ടത്. പ്രവേശനം അവസാനിക്കാനിരിക്കെ കോളേജുകൾക്കെതിരെ നൽകിയ ഹർജി പരിഗണിക്കാനാകില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സർക്കാരിനെതിരെ സമരം നടത്തുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. തോന്നിയ പോലെ ഫീസ് വാങ്ങുന്നവർക്കെതിരെ സമരക്കാർ ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സമരക്കാർ ഇത്തരം മാനേജ്മെന്റുകൾക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്നും സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 10 ലക്ഷം ഫീസ് ഈടാക്കാൻ നിശ്ചയിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുന്നു. എന്നാൽ അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ 10 ലക്ഷം ഫീസ് വാങ്ങാൻ ഇവർക്ക് 10 ലക്ഷം ഫീസാണ് തങ്ങളുടെ ഫീസ് എന്ന് പറയാൻ ഇവർക്ക് അവകാശമുണ്ട്. ഇവിടെ കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള ചുമതല സർക്കാരിനാണ് എന്ന് പറഞ്ഞു. അത് 50% മെറിറ്റും ബാക്കി 50% നീറ്റിന്റെ ലിസ്റ്റിൽ നിന്നും വന്നല്ല. അവരൊരു കരാർ ഒപ്പിടാത്തതുകൊണ്ട് 50% സർക്കാരിനില്ല. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് ഈ കുട്ടികളെ ആകെ പ്രവേശിപ്പിക്കാനുള്ള നീറ്റിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിന് വന്നു ചേരുന്നു. ആ ജോലി സർക്കാർ ഏറ്റെടുക്കണം. BCCIക്കെതിരെ നിലപാട് ശക്തമാക്കി സുപ്രീം കോടതി. ലോധ കമ്മിറ്റിയെ അംഗീകരിക്കും വരെ അസോസിയേഷനുകൾക്ക് BCCI പണം കൈമാറേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാനാകില്ലെന്ന് BCCI കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് BCCIയുടെ നിലപാട് തള്ളി. ഒക്ടോബർ 17-ന് വീണ്ടും വാദം കേൾക്കും. ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ മടിക്കുന്ന BCCIക്ക് കനത്ത പ്രഹരമാണ് സുപ്രീം കോടതി നൽകിയത്. ലോധ കമ്മിറ്റിയെ അംഗീകരിക്കും വരെ അസോസിയേഷനുകൾക്ക് BCCI പണം കൈമാറേണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ലോധ സമിതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് BCCI പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂർ ICC ചെയർമാനുമായി നടത്തിയ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തി സ്വകാര്യ സത്യവാങ്മൂലം നൽകാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ശുപാർശകൾ നടപ്പാക്കാൻ നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് മറ്റൊന്നിനെ സ്വന്തം നിലയ്ക്ക് നിയോഗിക്കാൻ മടിക്കില്ലെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാനാകില്ലെന്നാണ് BCCIക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചത്. ഈ മാസം 11 വരെ സമയം നീട്ടി നൽകണമെന്നും കപിൽ സിബൽ വീണ്ടും ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാണ് കോടതി ഉത്തരവ്. കേസിൽ വീണ്ടും ഒക്ടോബർ 17-ന് വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുത്തലാഖിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. തലാഖ് ലിംഗസമത്വത്തിന് എതിരെന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. 3 തവണ മൊഴിചൊല്ലി വിവാഹമോചനം നേടുന്നതിന് മതേതര രാഷ്ട്രത്തിൽ സ്ഥാനമില്ലെന്നും കേന്ദ്രം നിലപാട് അറിയിച്ചു. സ്ത്രീകളുടെ മൗലിക അവകാശം ലംഘിക്കുന്നതാണ് മുത്തലാഖെന്നും കേന്ദ്രം കോടതിയിൽ അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡിനുള്ള നീക്കം ദേശീയ നിയമ കമ്മീഷൻ ശക്തമാക്കിയതിന് പിന്നാലെയാണ് മുത്തലാഖിനെതിരെ കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാടറിയിച്ചത്.
ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുന്നതിനുള്ള ജനഹിതം തേടി ദേശീയ നിയമ കമ്മീഷൻ ചോദ്യാവലി പുറത്തിറക്കിയിരുന്നു. ഇതിന് പിന്നാലെ 3 തവണ മൊഴിചൊല്ലി വിവാഹമോചനം നേടുന്നത് മതവിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമല്ലെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ലിംഗസമത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. ഫോണിലൂടെയും ഫേസ്ബുക്കിലൂടെയും കത്തിലൂടെയും തലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. മുത്തലാഖ് സ്ത്രീകളുടെ മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. നേരത്തെ തലാക്ക് ചൊല്ലി വിവാഹമോചനം നേടുന്നതിൽ നിലപാടറിയിക്കാൻ സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ ഒരു സമുദായത്തിന്റെ വ്യക്തി നിയമങ്ങൾ പൊളിച്ചെഴുതാനാകില്ലെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കോടതിയിൽ നിലപാടറിയിച്ചിരുന്നത്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം തുടങ്ങിയവ ഖുറാനെ അടിസ്ഥാനമാക്കിയാണെന്നും കോടതിക്ക് ഇടപെടാനാകില്ലെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചിരുന്നു. എന്നാൽ ബോർഡിന്റെ ഈ വാദത്തെ മുൻനിർത്തി ലിംഗസമത്വം അട്ടിമറിക്കാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 15 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും 2 ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യപ്പെട്ടു. 1.5 പതിറ്റാണ്ടിന് ശേഷം താരരാജാക്കന്മാർ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ റിലീസിംഗിന് ഉള്ളത്. തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ സൂചന പ്രകാരം ഇരു ചിത്രങ്ങളും മികച്ച പ്രതികരണമാണ് നൽകുന്നത്. IS ബന്ധം സംശയിക്കുന്ന വിദേശത്തുള്ള ഇന്ത്യക്കാരെ പിടികൂടാൻ NIA ഇന്റർപോളിന്റെ സഹായം തേടി. അന്വേഷണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം കോടതി NIA കസ്റ്റഡിയിൽ വിട്ട IS ഭീകരൻ സുബാനി ഹാജ മൊയ്തീനെ തമിഴ്നാട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഫയലുകളുടെ നീക്കം റെക്കോർഡ് വേഗത്തിൽ. LDF സർക്കാർ അധികാരമേറ്റ് ആദ്യ 4 മാസത്തിനുള്ളിൽ 90% ഫയലുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീർപ്പാക്കിയത്. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകൾ ഫയൽ തീർപ്പാക്കലിന്റെ വേഗത വ്യക്തമാക്കുന്നു. ചലച്ചിത്ര നടി ശ്രീലത മേനോൻ അന്തരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൈകിട്ടായിരുന്നു അന്ത്യം. 47 വയസ്സായിരുന്നു. അസ്ഥിരോഗത്തിനൊപ്പം വൃക്കകളും തകരാറിൽ ആയിരുന്നു. നിരവധി ചലച്ചിത്രങ്ങളിലും 100-ലധികം സീരിയലുകളിലും ശ്രീലത മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. പെരുന്തച്ചൻ, കൗതുക വാർത്തകൾ, ദിനരാത്രം, ചെറിയ ലോകവും, വലിയ മനുഷ്യരും, കില്ലാടി രാമൻ തുടങ്ങിയവയാണ് ശ്രീലത അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ.